ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈമാണ് ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഈ അദാനി പോർട്ട് അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിഫ്റ്റിൻ്റെ കീഴിൽ വരുന്ന 50 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്കുള്ള ഫണ്ടിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്കും ഇതൊന്നും അനാലിസിസ് ചെയ്യാൻ പറ്റാത്ത, അപ്പോൾ അറിയാത്ത ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി SIP ഇടുക, അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് ഒരു ഫണ്ട് വെച്ചാണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പം SIPൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു SIP ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ മാസം എൻ്റെ 1500 വെച്ച് പോകുന്ന ഒരു എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 2 മാസമായി ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 2 മാസമായിട്ട് എൻ്റെ ഒരു 3000 റുപ്യ ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് 110 റുപ്യ ലോസാണ്. ഞാൻ ഏകദേശം മാർക്കറ്റ് ഡൗൺ ആവുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പോൾ 2 മാസമായി. അപ്പം ആ ഇതിലാണ്. പിന്നെ മാർക്കറ്റ് കയറുമ്പോൾ അടുത്ത മാസം കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഡൗണിൽ ഞാൻ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ പ്രൈസ് ആവറേജ് ചെയ്താണ് കുറച്ച് താഴത്തേക്ക് വരും. അപ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് SIP തുടങ്ങുന്നതാണ്. ഇപ്പോൾ SIP നോക്കുകയാണെങ്കിൽ 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന SIP വരെ ഉണ്ട്. അപ്പോൾ നല്ല 500 രൂപേൻ്റെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് HDFCൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ICICIൻ്റെ ഉണ്ട്. അതേപോലെ ഓരോ ബാങ്കിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ഉണ്ട്. ഇപ്പം Nifty 50ൻ്റെ ഫണ്ട് റേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ Nifty 50ൻ്റെ സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ അതിനനുസരിച്ച് കറക്റ്റാണ് നോക്കുന്നത്, ആ ഫണ്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇതിലാണ്, GMC ഫിക്സഡ് ഫണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ HDFC Pacific Club ഫണ്ടിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര കൊല്ലത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക, അതിനനുസരിച്ചാണ്. അപ്പോൾ മന്ത്ലി ഇപ്പോൾ നമ്മൾ 1000 വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിലും ഒരു 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ 60,000 രൂപയിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് 98% റിട്ടേണോടെയാണ് അത് തിരിച്ച് കിട്ടുക. 1,18,000 ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. കറക്റ്റ് ടൈമിലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ക്രാഷായി അടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം.